Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കരിവെള്ളൂർ പലിയേരിയിൽ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഭർത്താവ് കെ രാജേഷിന് 3 ജീവപര്യന്തം തടവ്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാറാണ് ശിക്ഷ വിധിച്ചത്. കരിവെള്ളൂർ പല്ലിയേരിയിൽ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഭർത്താവ് കെ രാജേഷിന് 3 ജീവപര്യന്ത തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാറാണ് ശിക്ഷ വിധിച്ചത്. 2024 നവംബർ 21 വൈകിട്ടായിരുന്നു സംഭവം. വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് പിതാവിനൊപ്പമായിരുന്നു ദിവ്യശ്രീയുടെ താമസം. സംഭവ ദിവസം ശബരിമല ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ദിവ്യശ്രീ. കൊല്ലപ്പെടുമ്പോൾ 35 വയസ്സായിരുന്നു പ്രായം. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും അച്ഛന്റെ മുമ്പിലിട്ട് മകളെ കൊലപ്പെടുത്തിയത് സഹിക്കുന്നതല്ലെന്നും കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥ ദിവ്യശ്രീയുടെ പിതാവ് കെ വാസു. കോടതി വിധി അറിഞ്ഞ ശേഷം പലിയേരിയിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ കൺമുൻപിൽ വെച്ചിട്ടാണ്. അത് ഏതൊരു അച്ഛനും സഹിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അത്രത്തോളം പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നിരിക്കുന്നു. ഈ ദേശത്ത് പോലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇതുവരെ. എല്ലാം വലുത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. ഒരു വ്യക്തിയായി എനിക്ക് അതിലൊരു തീരുമാനമൊന്നുമില്ല. കോടതി എന്ത് വിധിക്കുന്നത് അത് ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യും. വളരെ ബഹുമാനത്തോടെ കാണുന്നു. ഇത്രയേ ഉള്ളൂ. കാരണം കുറ്റം ചെയ്താൽ ആരായാലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്വയരാണ്. ആ വിധിയെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്തു. പയ്യന്നൂർ മാവിച്ചേരിയിലെ ടി പുരുഷോത്തമന്റെ വീടിനും കാറിനും നേരെ അക്രമം. വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. കാർ ഭാഗികമായി കത്തിയ നിലയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. രാത്രി ഒരു 12:30 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. ഞങ്ങളെല്ലാവരും ഉറങ്ങിയിരുന്നു. അപ്പോൾ ഈ ഭയങ്കര ശബ്ദം കേട്ടാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ തീ കത്തുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലോണം ഓടുന്നുണ്ട്. അപ്പോൾ ഉടനെ നമ്മൾ ഈ തീ കെടുത്താൻ വേണ്ടി ശ്രമം നടത്തി. പൈപ്പ് വെച്ചിട്ട് വെള്ളം ചീറ്റുകൊണ്ട് തീ കെട്ടു. ശരിക്കും ആ തീ അന്നേരം നമ്മളൊരു 10 മിനിറ്റ് വൈകിട്ടാണ് വരുന്നതെങ്കിൽ ആ തീ ആളിപ്പടർന്ന് ഈ വണ്ടി ആകെ കത്തി വീട് കത്തുന്ന ഒരവസ്ഥയിലേക്ക് വരുമായിരുന്നു. അതുപോലെ തന്നെ ഈ ജനൽ ഗ്ലാസ് മുഴുവൻ പൊളിച്ചിട്ടുണ്ട്. മകൾ കിടക്കുന്ന അകത്തിൻ്റെ ഗ്ലാസ് പൊളിച്ചിട്ട് അവരുടെ ബെഡിലൊക്കെ എൻ്റെ ചില്ലും അതുപോലെ തന്നെ കല്ലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് സാധാരണ വർഷത്തിലൊരാളും ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാസിസ്റ്റ് രീതിയാണ്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആരെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവരെ ഇല്ലാതാക്കുക. അവരെ സ്വാഭാവികമായിട്ടും ഫാസിസത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് വ്യത്യസ്ത അഭിപ്രായം പറയുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് കീഴ്പ്പെടുത്തിയ പിന്നെ നശിപ്പിച്ചിടുക. ഇതാണ് ഫാസിസത്തിൻ്റെ സവിശേഷത. അതാണ് ശരിക്കും ഇവിടെ കണ്ടത്. ഞാൻ വി കുഞ്ഞിഷാണ്ട് കൊണ്ട് പ്രവർത്തിക്കാൻ പോയ ഒരാളല്ല. ഞാൻ ഒരു സ്ഥലത്തും വി കുഞ്ഞിഷാണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. ഞാൻ ആകെ ചെയ്തൊരു കാര്യം കുഞ്ഞിഷാണ്ടിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതൊരു ജനാധിപത്യപരമായിട്ട് അവകാശമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് തെറ്റൊന്നും എനിക്ക് തോന്നിയില്ല. അത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സാമൂഹ്യ വസ്തുക്കളൊരു പൗരൻ്റെ അവകാശമാണത്. അതിനകത്ത് വേറൊരു കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരാൾക്ക് ഇങ്ങനെ അനുഭവം വരിക എന്ന് പറയുന്നത് ചെറിയൊരു പ്രശ്നമല്ല. ഇങ്ങനെ വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ പയ്യന്നൂരിലെ ഈ പൊളിറ്റിക്സിലെ ക്രിമിനലൈസേഷനും അതിൻ്റെ മാഫിയവൽക്കരണമാണ്. അതിൻ്റെ ഒരു ഫലമാണ് ഇങ്ങനൊരു അക്രമം നടക്കുന്നത്. അപ്പോൾ ഈ രാത്രിയുടെ മറവിൽ ചെയ്യുന്ന ആളുകൾ ആരും വലിയ ധീരന്മാരല്ല. അവരൊക്കെ ഭയങ്കര ഭീരുക്കളും ക്രൂരന്മാരുമാണ്.
ഭീരുക്കളും ക്രൂരന്മാരും മാത്രമേ രാത്രി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യൂ, അതല്ലാതെ ആരും ചെയ്യില്ല. പയ്യന്നൂർ മാവിച്ചേരിയിൽ അക്രമം നടന്ന ടി പുരുഷോത്തമന്റെ വീട് സന്ദർശിച്ച് സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ. UDF നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം നടന്നത്. അക്രമം നടന്ന വീട് പയ്യന്നൂരിലെ പ്രമുഖ UDF നേതാക്കളും UDF സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനും സന്ദർശിച്ചു. സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് നേതാക്കൾ ആരോപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരുതലിന്റെ സന്ദേശം പകർന്ന് അണുവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ദിനാചരണം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദർ ഉദ്ഘാടനം ചെയ്തു. കരുതലിന്റെ സന്ദേശം പകർന്ന് അണുവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ദിനാചരണം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദർ ഉദ്ഘാടനം ചെയ്തു. ഒരു സെക്ഷൻ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ ഒന്നുകൂടെ ഊർജിതമാക്കാനും അവരുടെ പ്രവർത്തനത്തെ നമുക്ക് അവർക്ക് മികച്ച പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ഇത്രയും എപ്പോഴും സ്റ്റെറിലൈസേഷൻ എന്ന ഒരു നമുക്ക് എല്ലാവർക്കും അതില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന വിപത്തുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ഈ സ്റ്റെറിലൈസേഷൻ സയൻസ് ക്യാരി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്റ്റെറിലൈസേഷൻ സയൻസ് സെലിബ്രേഷൻ ആയിട്ട് ആചരിക്കുന്ന മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി സജി, ഡോക്ടർ DK മനോജ്, ഡോക്ടർ KP മനോജ് കുമാർ, ഡോക്ടർ കൽപ്പന, ഡോക്ടർ ലൂസി, റോസ്ലി ജോസ് എന്നിവർ സംസാരിച്ചു. വി മല്ലേശൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഏപ്രിൽ 10 അണുവിമുക്ത ദിനം. ആശുപത്രികളിൽ ഉപകരണങ്ങളിലൂടെ രോഗങ്ങൾ പടരുന്നത് തടയുന്ന സംവിധാനമായ അണുവിമുക്ത വിഭാഗത്തിന് മാതൃകയായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി. ആശുപത്രികളിലെ അണുവിമുക്ത വിഭാഗം ശാസ്ത്ര സാങ്കേതികപരമായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അന്താരാഷ്ട്ര അണുവിമുക്ത ദിനാചരണം. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും ശാസ്ത്രപരമായും സാങ്കേതികപരമായും തയ്യാറാക്കുന്നത് അണുവിമുക്ത വിഭാഗമാണ്. ഓരോ രോഗിക്കും ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അണുവിമുക്ത വിഭാഗത്തിലേക്ക് തിരിച്ചു വരികയും ഇവിടെയുള്ള ജീവനക്കാർ ആ സെറ്റിന്റെ മുകളിൽ പതിച്ച ചെക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഉപകരണങ്ങളുടെ എണ്ണങ്ങൾ പരിശോധിച്ച് മുഴുവൻ ഉപകരണങ്ങളും കൃത്യമായി എണ്ണം കണക്കാക്കി അണുവിമുക്ത വിഭാഗത്തിലേക്ക് തിരിച്ചെടുക്കുകയും അത് കഴുകിയുണക്കി ഓയിൽ ലൂബ്രിക്കേഷൻ ചെയ്ത് പരിശോധിച്ച് അസംബ്ലിംഗ് പാക്ക് ചെയ്ത് അണുവിമുക്തമാക്കി സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുകയും ആവശ്യാനുസരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്കും വാർഡുകളിലേക്കും വിതരണം ചെയ്യുകയാണ് പതിവ്. ഇത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കുറ്റമറ്റ രീതിയിൽ നടക്കുന്നതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. ആധുനികമായ ചികിത്സാ രീതികൾ എല്ലാം വികസിച്ച് വരുമ്പോൾ എല്ലാ ആശുപത്രികളിലും രോഗചികിത്സ നടക്കുന്ന എല്ലാ ആശുപത്രികളിലും അണുവിമുക്ത വിഭാഗം ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്കോ അല്ലെങ്കിൽ ആശുപത്രി അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും അണുക്കൾ പടരുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം സാധാരണ പൊതുസമൂഹത്തിലുള്ള തരത്തിലുള്ള അണുക്കളല്ല ഒരു ആശുപത്രിയിൽ ഉണ്ടാകുന്നത്. അങ്ങേയറ്റം മരുന്നുകളോട് പ്രതിരോധം ആർജിച്ചതോ അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള ഒക്കെ ആയിട്ടുള്ളതായ അണുക്കളാണ് ആശുപത്രി സാഹചര്യങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ ഇത്തരം അണുക്കൾ രോഗികളിലേക്ക് ശസ്ത്രക്രിയയുടെ സമയത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പ്രൊസീജിയറുകൾ ചെയ്യുന്ന സമയത്തോ പ്രസവ സമയത്തോ ഒക്കെ പടരാതെ സൂക്ഷിക്കേണ്ടത് അത്യന്തം പ്രധാനമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ കോഴ്സുകളുടെ അരങ്ങേറ്റം മോഹനം ഏപ്രിൽ 12 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മണ്ടൂർ ശങ്കരവിലാസം ALP സ്കൂളിൽ നടക്കും. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ കീഴിൽ 2025-26 വർഷം ശാസ്ത്രീയ സംഗീതം പ്രാഥമികം, മോഹിനിയാട്ടം പ്രാഥമികം, മോഹിനിയാട്ടം തുടർ കോഴ്സ് എന്നീ കോഴ്സുകൾ പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മണ്ടൂർ ശങ്കരവിലാസം ALP സ്കൂളിൽ നടക്കും. മുൻ MLA TV രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ RLV രാമകൃഷ്ണൻ മുഖ്യാതിഥിയാവും. കേരള കലാമണ്ഡലം നിർവാഹക സമിതി അംഗം ഡോക്ടർ കലാമണ്ഡലം ലത ഇടവലത്ത്, രതീഷ് പലവി തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത്, കലാമണ്ഡലം ബിന്ദു ഗോപാലകൃഷ്ണൻ, ശ്രീകല പ്രേംനാഥ്, പ്രവീൺ PK എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അരങ്ങേറ്റത്തിന് ഒരുങ്ങി കേരള ക്ഷേത്രകലാ അക്കാദമിയിലെ മോഹിനിയാട്ടം വിദ്യാർത്ഥികൾ. കലാമണ്ഡലം ബിന്ദു മാരാരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ മോഹിനിയാട്ടം പരിശീലനം പൂർത്തിയാക്കിയത്.
സാധാരണക്കാർക്കും ശാസ്ത്രീയ നൃത്ത പരിശീലനത്തിന് അവസരമൊരുക്കുകയാണ് ക്ഷേത്രകലാ അക്കാദമി. അക്കാദമിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി മോഹിനിയാട്ടത്തിൽ പരിശീലനം നൽകി വരുന്നു. തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായാണ് പരിശീലനം നൽകുന്നത്. അവധി ദിവസങ്ങളിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുക. പ്രാഥമിക കോഴ്സ് പൂർത്തിയാക്കിയ 27 കുട്ടികളുടെയും തുടർ പഠനം പൂർത്തിയാക്കിയ 10 വിദ്യാർത്ഥിനികളുമാണ് 12-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത്. നൃത്തരംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കലാമണ്ഡലം ബിന്ദുമാരാരുടെ നേതൃത്വത്തിലാണ് മോഹിനിയാട്ടം പരിശീലനം നൽകി വരുന്നത്. ക്ഷേത്രകലാ അക്കാദമിയിലെ മോഹിനിയാട്ടം കുട്ടികളുടെ അരങ്ങേറ്റമാണ് ഏപ്രിൽ 12-ാം തീയതി പിലാത്ര മണ്ടൂർ ശങ്കരവിലാസം സ്കൂളിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ഇത് 4ാമത്തെ ബാച്ചിൻ്റെ അരങ്ങേറ്റമാണ് നടക്കുന്നത്. ഇതിൽ പ്രാഥമികത്തിൽ 27 കുട്ടികളുടെ അരങ്ങേറ്റവും 10 കുട്ടികളുടെ, അതായത് തുടർ കോഴ്സ് ചെയ്യുന്ന 10 കുട്ടികളുടെ അവർ പഠിച്ച ഐറ്റത്തിൻ്റെ അവതരണവുമാണ് 12-ാം തീയതി വെച്ച് നടക്കാൻ പോകുന്നത്. രക്ഷിതാക്കളും ഏറെ സന്തോഷത്തിലാണ്. ശാസ്ത്രീയ നൃത്തങ്ങൾ പണക്കൊഴുപ്പിന്റെ മേളകളായി മാറുന്ന ഈ കാലഘട്ടത്തിൽ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി സൗജന്യമായി പരിശീലനം നൽകുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് രക്ഷിതാക്കളും കുട്ടികളും പറയുന്നു. ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ കലകൾക്കും നൃത്തം, വാദ്യം, സംഗീതം, നൃത്തം അങ്ങനെ തുടങ്ങിയ ചുമർചിത്രം, മോഹിനിയാട്ടം അങ്ങനെ തുടങ്ങിയ മുഴുവൻ കലകൾക്കും നൽകുന്ന ഈ സപ്പോർട്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മുഴുവൻ നമ്മളെപ്പോലുള്ള രക്ഷിതാക്കൾക്കും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ എല്ലാവരും ടീച്ചർ അടിക്കുക തന്നെയാണ് പഠിക്കുന്നത്. അപ്പം ഇവിടെ നല്ല ക്ലാസ്സാണ്. ഇപ്പം എല്ലാ ഞായറാഴ്ചയും ഉച്ചക്കാണ് ക്ലാസ് ഉണ്ടാവല്. വൈകുന്നേരം ആകുമ്പോൾ കഴിയും. നല്ല ക്ലാസ് 2 കൊല്ലമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ തുടർ കോഴ്സാണ് ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ പരിപാടിൻ്റെ അവതരണമാണ് ഏപ്രിൽ 12-ന് നടക്കാം. ഏപ്രിൽ 12-ന് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മണ്ടൂർ ശങ്കരവിലാസം ALP സ്കൂളിൽ വെച്ച് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മോഹിനിയാട്ടം അവതരണവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ണപുരം ഇടക്കേപ്പുറം റോഡിലെ വെള്ളക്കെട്ടിന് ശാപമോക്ഷമാകുന്നു. 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് റോഡിന്റെ ഇരുവശത്തും ഓവുചാൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. ചെറുകുന്നമ്പലം ഇടക്കേപ്പുറം റോഡിൽ ഇടക്കേപ്പുറം ഭാഗത്ത് ഓവുചാലില്ലാത്തത് മഴക്കാലത്ത് വെള്ളക്കെട്ടിന് കാരണമായിരുന്നു. പ്രധാന റോഡിൽ ഉൾപ്പെടെ വെള്ളം കെട്ടി നിൽക്കുന്നത് പ്രദേശത്തുകാർക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. സമീപത്തെ കടകളിലും അതുപോലെ വീടുകളിലും വെള്ളം കയറുന്നത് പതിവായിരുന്നു. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ദുരിതമാണ് ഉണ്ടാക്കിയത്. ജനങ്ങളുടെ നിരന്തരം ഇടപെടലിനെ തുടർന്നാണ് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പ്രദേശത്ത് ഓവുചാൽ നിർമ്മിക്കാൻ പദ്ധതി രൂപീകരിച്ചത്. റോഡിനിരുവശങ്ങളിലും ഓവുചാൽ നിർമ്മിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഇടക്കേപ്പുറം റോഡ് അരികിലും വായനശാലയ്ക്ക് സമീപത്തുമാണ് ഓവുചാൽ നിർമ്മിക്കുക. ഇത് ഏറെ ആശ്വാസകരമാണെന്ന് പ്രദേശത്തെ വ്യാപാരികൾ പറയുന്നു. മഴക്കാലത്ത് വെള്ളക്കെട്ട് ഭീകരമായ വെള്ളക്കെട്ടാണ് ഉണ്ടായിരുന്നത്. നമുക്ക് കട തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്രാവശ്യം PWDൻ്റെ ഇതിൽ ഓവുചാൽ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഇതിനൊരു മാറ്റം വരുന്ന പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് വീട്ടുകാർക്കും സ്കൂൾ കുട്ടികൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ കൊല്ലത്തിൽ ഒരാഴ്ച ലീവാണ് വെള്ളക്കെട്ട് മൂലം. ഇപ്രാവശ്യം നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഓവുചാലെല്ലാം ആവുന്നില്ല, വെള്ളക്കെട്ടിന് പരിഹാരം ആവുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രവൃത്തി ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാഴ്ചയിൽ കൗതുകമുണർത്തുന്ന കുഞ്ഞൻ മരങ്ങളുടെ ശേഖരവുമായി പുത്തൂരിലെ മേലത്ത് അമ്പു. 36 വർഷം പഴക്കമുള്ള ആൽ മുതൽ നിരവധി കുഞ്ഞൻ മരങ്ങളെയാണ് അമ്പു പരിപാലിക്കുന്നത്. വീടിന്റെ അകത്തായാലും പുറത്തായാലും ബോൺസായ് എന്നും എല്ലാവർക്കും പ്രിയങ്കരമാണ്. ഇതൊരു ജാപ്പാനീസ് കലയാണ്. ബോൺ എന്നും സായ് എന്നുമുള്ള 2 വാക്കുകളിൽ നിന്നാണ് ബോൺസായ് എന്ന പദമുണ്ടായത്. പുത്തൂർ മേലത്ത് അമ്പു പേരാലും അരയാലും ഏഴിലം പാലയും കൊന്നയും ചെമ്പകവും മുതൽ നിരവധി ബോൺസായി മരങ്ങളെ പരിപാലിക്കുന്നുണ്ട്. അരനൂറ്റാണ്ട് മുൻപായിരുന്നു അമ്പു ഇതിൽ ആകൃഷ്ടനായത്. ഇപ്പോൾ 36 വർഷം പഴക്കമുള്ള ആലാണ് ഏറ്റവും പ്രായം ചെന്ന ബോൺസായി മരം. ബോൺസായി വൃക്ഷം ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു ചെറിയ വിവരമുണ്ടായിരുന്നു. അത് വായിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇത് തുടങ്ങിയത് 10-60 വർഷം മുമ്പേ ആവും. അതായത് ആദ്യം ഉണ്ടാക്കിയാലും അത് ശരിക്കും പിടിച്ചില്ല. പിന്നെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഏറ്റവും വലിയ 36 വർഷമായ ആൽമരമാണ്. മണ്ണിന് മുകളിൽ പടർന്നു കാണുന്ന വേരുകൾ ചുവട്ടിൽ വണ്ണം കൂടിയതും മുകളിലേക്ക് പോകുന്തോറും വണ്ണം നേർത്തു വരുന്നതുമായ ശാഖകളോടുകൂടിയ തായ്തടി എന്നിവയെല്ലാം ബോൺസായിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു.
പ്രകൃതിയുടെ വരദാനമായ വൻവൃക്ഷങ്ങളെ മനുഷ്യന്റെ കൈപ്പിടിയിലൊതുക്കുന്ന കലാവൈഭവം വർണ്ണനാതീതമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂരിൽ ആദ്യത്തെ ഇലക്ട്രിക് ഓട്ടോ എത്തിയിട്ട് 6 വർഷം പൂർത്തിയായിരിക്കുന്നു. കണ്ടങ്ങാളിയിലെ വിജയനാണ് പയ്യന്നൂരിൽ ആദ്യമായി ഇലക്ട്രിക് ഓട്ടോ നിരത്തിലിറക്കിയത്. പയ്യന്നൂരിൽ ആദ്യ ഇലക്ട്രിക് ഓട്ടോ എത്തിയിട്ട് 6 വർഷം പൂർത്തിയാകുന്നു. കണ്ടങ്ങാളിയിലെ വിജയനാണ് പയ്യന്നൂരിൽ ആദ്യമായി ഇലക്ട്രിക് ഓട്ടോ നിരത്തിലിറക്കിയത്. 2019 ഇതേപോലെ ഒരു മീനമാസത്തിലാണ് പയ്യന്നൂരിൽ ആദ്യമായി ഈ ഓട്ടോ എത്തിയത്. അന്ന് അത് ഏവർക്കും ഒരു കൗതുകവും അത്ഭുതവുമായിരുന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. ഇന്ന് ഇലക്ട്രിക് ഓട്ടോകൾ നിരത്തുകളിൽ സർവ്വസാധാരണമായ കാഴ്ചയാണ്. അന്നത് കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി പേരായിരുന്നു എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം ശ്രീ രാഘവപുരം ക്ഷേത്രം ഹനുമാരമ്പലത്തിൽ ലക്ഷം ദീപം സമർപ്പണം ഏപ്രിൽ 12 ഞായറാഴ്ച വൈകുന്നേരം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരളത്തിലെ പ്രസിദ്ധ ശ്രീരാമസ്വാമി ക്ഷേത്രമായ ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ലക്ഷം ദീപം സമർപ്പണം ഞായറാഴ്ച നടക്കും. രാവിലെ തന്ത്രി കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടക്കും. തുടർന്ന് മുൻ ബദരീനാഥ് റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അമ്മമാർ ചേർന്ന് നെയ്ദീപം തെളിയിക്കും. തുടർന്ന് ഭജനാർച്ചന, പ്രസാദ ഊട്ട്, അഷ്ടപതി, മേജർ സെറ്റ് പഞ്ചവാദ്യം, തുടർന്ന് ലക്ഷം ദീപം സമർപ്പണം. രാത്രി 7:30 ആധ്യാത്മിക സദസ് ജില്ലാ ജഡ്ജി K. സോമൻ ഉദ്ഘാടനം ചെയ്യും. മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പ്യാർ, മലബാർ ദേവസ്വം കമ്മീഷണർ TC ബിജു എന്നിവർ മുഖ്യാതിഥികളാകും. തുടർന്ന് രാധാമാധവം, നൃത്താവിഷ്കാരം. വാർത്താസമ്മേളനത്തിൽ VV ശോഭ, എക്സിക്യൂട്ടീവ് ഓഫീസർ CP ബീന, TV ലിനി, പത്മാവതി നാരായണൻ നമ്പ്യാർ, KVM ജയലക്ഷ്മി, PV വിജയ ദാമോദരൻ, KV ഗോകുലാനന്ദൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രം പുനഃപ്രതിഷ്ഠാ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ 13 മുതൽ 23 വരെ നടക്കും. വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളോടെ നടക്കുന്ന ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ രാജു നാരായണ സ്വാമി IAS നിർവഹിക്കും. നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രം പുനഃപ്രതിഷ്ഠാ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ 13 മുതൽ 23 വരെ നടക്കും. ഏപ്രിൽ 13 വൈകുന്നേരം പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകത്തു നിന്നും വിളംബര ഘോഷയാത്ര. ഏപ്രിൽ 13 മുതൽ ക്ഷേത്രത്തിൽ വിവിധ പൂജാതി കർമ്മങ്ങൾ നടക്കും. ഏപ്രിൽ 20 രാവിലെ 8 മണി മുതൽ വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ പ്രസാദ ഊട്ട്. വൈകുന്നേരം പഞ്ചവാദ്യമേളത്തോടെ എഴുന്നള്ളിപ്പ് നടക്കും. എല്ലാ ദിവസവും ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രകലയായ ചാക്യാർകൂത്ത്, വിവിധ ട്രൂപ്പുകളുടെ തിരുവാതിരക്കളി, ക്ഷേത്രം മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ നൃത്തപരിപാടി, ഭജന എന്നിവ ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇരുമ്പൻ പുളിയെ സംബന്ധിച്ച് നാട്ടിൽ നിരവധി നാട്ടറിവുകളുണ്ട്. ഇരുമ്പൻ പുളി വലിയ അപകടം ഒളിപ്പിച്ചുവെച്ച ഒന്നാണെന്നാണ് പുതിയ പഠനങ്ങൾ വെളിവാക്കുന്നത്. അധികമായാൽ അമൃതും വിഷം എന്ന ചൊല്ല് ഇരുമ്പൻ പുളിയുടെ കാര്യത്തിൽ സത്യമാണ്. കൊളസ്ട്രോൾ കുറക്കാൻ എന്ന പേരിൽ ഇരുമ്പൻ പുളി കഴിക്കുന്നത് വൃക്കകൾ തകരാറിലാക്കാൻ കാരണമാകും. ഇരുമ്പിപ്പുളിയിൽ ഓക്സാലിക് ആസിഡ് എന്ന ഘടകം സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെത്തിയാൽ ഓക്സലേറ്റുകളായി രൂപാന്തരപ്പെടും. ഈ ഓക്സലേറ്റുകൾ വൃക്കകളിലെത്തുമ്പോൾ വിഷതുല്യമാകും. ഇത് ഡയാലിസിസിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇന്ത്യൻ ജേണൽ ഓഫ് നെഫ്രോളജിയിൽ ഇക്കാര്യം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന മാട്ടൂൽ നോർത്ത് കക്കാടൻചാൽ ശ്രീ ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ 35 വർഷത്തിനു ശേഷം പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും 10 മുതൽ 13 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ മാട്ടൂൽ നോർത്ത് കക്കാടൻചാൽ ശ്രീ ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ ഏപ്രിൽ മാസം 10 മുതൽ 13 വരെ പുനഃപ്രതിഷ്ഠയും കളിയാട്ടവും നടക്കും. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1-ാം ദിവസം സുദർശന ഹോമം, കലവറ നിറക്കൽ ഘോഷയാത്ര, ആവാഹന പൂജ, വാസ്തുബലി, രാത്രിയിൽ രാധാകൃഷ്ണൻ മാണിക്കോത്തിന്റെ സാംസ്കാരിക പ്രഭാഷണം എന്നിവ നടക്കും. 2-ാം ദിവസം ഗണപതി ഹോമം, ഭഗവത് സേവ, കലശപൂജ, രാത്രിയിൽ ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം എന്നിവ നടക്കും. 3-ാം ദിവസം രാവിലെ 9 മണിക്ക് പുനഃപ്രതിഷ്ഠാ കർമ്മം, വൈകുന്നേരം കലശം കുളിച്ചെഴുന്നള്ളത്ത്, നടുക്കളത്തിൽ ബലി, തോറ്റംപാട്ട്, രാത്രിയിൽ ധർമ്മദൈവത്തിന്റെയും തൊണ്ടച്ചന്റെയും പുറപ്പാട്. സമാപന ദിവസം പുലർച്ചെ മുതൽ കരിഞ്ചാമുണ്ടി, പൊട്ടൻദൈവം, കുറത്തിയമ്മ, മന്ത്രമൂർത്തി, വിഷ്ണുമൂർത്തി എന്നിവയുടെ പുറപ്പാട്. രാവിലെ 9 മണിക്ക് ആര്യക്കര ഭഗവതിയുടെ തിരുമുടി നിവരും. 10 മണിക്ക് കൂടിയാട്ടത്തോടെ ഉത്സവം സമാപിക്കും. ഉത്സവ ദിവസങ്ങളിൽ അന്നദാനവും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ V. മണികണ്ഠൻ, K. ജനാർദ്ദനൻ, M. രൂപേഷ് കുമാർ, T. ജയൻ, വിജേഷ് മാട്ടൂൽ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം.